നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സബ് ഗ്രൂപ്പ് തിയറമാണ്. സോ സബ് ഗ്രൂപ്പ് തിയറം എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ് ബേസിക്കലി സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് ലൈക്ക് ദർ ഇസ് എ സബ്സെറ്റ് എച്ച് which is a subset of a group G, then it will be a subgroup if and only if these two conditions satisfies. അതായത് എ ബി എന്ന് പറയുന്നത് എച്ചിലുണ്ടായിരിക്കണം, അതുപോലെ തന്നെ എയുടെ ഇൻവേഴ്സ് എച്ചിലുണ്ടായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ കുറച്ചുകൂടി ഒരു തിയറമൈസ്ഡ് ആയിട്ടാണ് ഇവിടെ അവർ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. സി ദ ഫസ്റ്റ് വണ്ണിൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇഫ് എ ബി ഇസ് എ പാർട്ട് ഓഫ് എച്ച്, we are telling that AB, that is ഡോട്ട് ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്യുമ്പോഴത്തേനും ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എച്ച്, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി എ പാർട്ട് ഓഫ് എച്ച് എന്നുള്ളൊരു രീതിക്കാണ്. ക്ലോഷർ പ്രോപ്പർട്ടി അതിൽ തന്നെ സാറ്റിസ്ഫൈ ചെയ്യും. യു നോ വൈ? ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് അത് ജിയുടെ ഭാഗമായതുകൊണ്ടും ജി ഒരു ഗ്രൂപ്പും ആയതുകൊണ്ടും കൂടിയിട്ടാണ് എ ബി വരുമ്പോഴത്തേനും അത് എച്ചിനകത്ത് വരാനുള്ള ചാൻസസ് ഉള്ളത്. അതായത് വാട്ട്സ് എവർ ദ ബൈനറി ഓപ്പറേഷൻ ഇസ് ബീൻ അപ്ലൈഡ്, ഇറ്റ് വിൽ ബി എ പാർട്ട് ഓഫ് എച്ച് എന്നുള്ള രീതിക്ക്. ഇതൊരു പ്രൂഫ് എന്നല്ല, ഇത് കൂടുതലും അവർ ആ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ എടുത്ത് പറയുന്നു എന്നുള്ളൊരിതേ ഉള്ളൂ, റൈറ്റ്? ഇനി എ is an element of H, A inverse is an element of H എന്ന് പറയുമ്പോഴത്തേനും there will be an identity element which be also a part of H, because ഇവ രണ്ടിലും നമ്മൾ ബൈനറി ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പം what we get is the identity element A. ഇതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓൾറെഡി അറിയാം ഗ്രൂപ്പ് ജിയുടെ ഫങ്ഷനാലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു സബ്സെറ്റ് എച്ച് എടുക്കുമ്പോഴത്തേനും വി എക്സ്പെക്ട് ദാറ്റ് ക്രൈറ്റീരിയസ് ആർ ബീൻ ഫുൾഫിൽഡ്. The next theorem is that a non-empty subset of H of a group G is a subgroup if and only if A B inverse is a part of H. A of H and B of H gives like where A dot B inverse, ഇവിടെ നമ്മൾ ബൈനറി ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോഴത്തേനും it will be a part of H. But don't worry, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേനും മനസ്സിലാവും. Prove that if H and K are subgroups of G, H intersection K is also a subgroup. In order to prove the subgroup, നമുക്ക് യൂഷ്വലി അസോസിയേറ്റിവിറ്റി ക്ലോഷർ ഒക്കെ എടുക്കുന്ന പരിപാടിയുണ്ട്. ബട്ട് സിൻസ് വി ആർ ഗിവൺ എ ഫ്യൂ തിയറീസ്, വി ആർ ട്രൈങ് ടു മാപ്പ് ദീസ് ടു ദ തിയറി. പിടികിട്ടിയോ? ഇനീഷ്യലി വി ആർ അസ്യൂമിങ് ദാറ്റ് ദർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ് A which is a part of H intersection K. Since it's intersection, it means that it is also a part of H as well as it is a part of K. Similarly, B is an element of H intersection K such that B is an element of H and B is an element of K, right? Appam A is an element of H and B is an element of K ആണെന്നുണ്ടെങ്കിൽ by this theorem, right, by this theorem, and since they are individually subgroups, A B inverse is also a part of H, right? സോറി, ഇവിടെ എച്ച് അല്ല, ഇവിടെ കെ ആണ്, സോറി കെ അല്ല, ഇവിടെ എച്ച് ആണ് വരുന്നത്. അപ്പം എയും ബിയും എച്ചിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ ബൈ തിയറം വാട്ട് ദേ ആർ ടെല്ലിങ്, എ ബി ഇൻവേഴ്സ് ഇസ് എ പാർട്ട് ഓഫ് എച്ച്. Similarly, A is a part of K and B is a part of K, which means that A B inverse is also a part of K. എന്തുകൊണ്ടാണ് എച്ചും കെയും സബ് ഗ്രൂപ്പ്സ് ആണെന്നുള്ളത് ഇനീഷ്യലി എന്താ നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. സോ A B inverse is a part of H, A B inverse is a part of K, which implies that A B inverse is a part of H intersection K. Therefore, H intersection K is a subgroup. ഇവിടെ നമ്മൾ ചെയ്തത് ആ പറഞ്ഞ തിയറത്തിനനുസരിച്ചാണ് നമ്മളിതിനെ പ്രൂവ് ചെയ്തെടുക്കുന്നത്. ആദ്യം we are assuming that this element is a part of H intersection K, which means that intersection ആയതുകൊണ്ട് തന്നെ എച്ചിലും കെയിലും ഈ രണ്ട് എലമെൻറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. By the theorem, we are taking A B inverse is a part of H and A B inverse is a part of K. Since ഇൻ്റർസെക്ഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് സബ് ഗ്രൂപ്പിലും കാണും, സോറി ഇൻ്റർസെക്ഷനിലും കാണും, ഹെൻസ് ഇറ്റ് ഇസ് എ സബ് ഗ്രൂപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് എ ഗ്രൂപ്പ് G is abelian if every element is of order 2. നമ്മൾ എലമെൻറ്റിൻ്റെ ഓർഡർ പറഞ്ഞുകൊണ്ടിരുന്ന സമയം നമ്മൾ പറഞ്ഞാണ് A raised to m is equal to E, where m will be the order. അപ്പം ഇഫ് വി ആർ ടേക്കിംഗ് ടു എലമെൻറ്റ്സ്
a comma b which is a part of G, then a square will be equal to e and b square will be equal to e. എന്തുകൊണ്ടാണ്? കാരണം ഓർഡർ 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ടേക്ക് ഇറ്റ് as 1. അതുപോലെ തന്നെ വീണ്ടും അക്കോർഡിംഗ് ടു തിയറം എ ബി ഗിവ്സ് ജി ആൻഡ് എ വിച്ച് ഇംപ്ലൈസ് എ ബി വിൽ ബി ഓൾസോ എ പാർട്ട് ഓഫ് ജി. ഇത് രണ്ടും മനസ്സിൽ വെക്കാം. സോ വി ആർ സ്ക്വയറിങ് എ ബി. എ ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ എന്നുള്ളത് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. എ ബി ഇസ് ഈക്വൽ ടു ഇ. ഇതെന്തുകൊണ്ട് നമ്മൾ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി നോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ. ഇറ്റ് ഗിവ്സ് ഇ. എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു ഇ. എ ഇൻറ്റു ബി into B is equal to AEB, which means that we are multiply AB on both sides. ഇപ്പം നമ്മളിവിടെ ചെയ്യുമ്പോഴത്തേനും again AA the whole square BA B square is equal to AB. ഇത് രണ്ടും എന്താണ്? It's nothing but E. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. BA is equal to AB, hence proved. സോ അങ്ങനെയാണ് നമ്മൾ G എബിലിയൻ ആണ് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. This is an important question. Prove that every subgroup of a cyclic group is also cyclic. സോ ഇവിടെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഒരു ഡിവിഷൻ അൽഗോരിതമാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. Let us take that there is a group G which is a cyclic group and which is generated by an element A, right? So A യിൽ നിന്നും ജനറേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ all the element of എന്താ G എന്ന് പറയുന്നത് it will be the power of A. So നമുക്ക് let us assume that it is of the form A raised to n. അപ്പം ജിക്കകത്തുള്ള എല്ലാം ആസിൻസ് ഇറ്റ്സ് ജനറേറ്റഡ് ബൈ എ അതിൻ്റെ എയുടെ പവേഴ്സിലായിരിക്കും. അതൊരു സൈക്ലിക് ഗ്രൂപ്പ് ആണല്ലോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തത് വി ആർ ടേക്കിംഗ് എ സബ് ഗ്രൂപ്പ് എച്ച് ഓഫ് ജി ആൻഡ് എവറി എലിമെൻറ്റ് ഓഫ് എച്ച് ഈസ് ഓൾസോ ഇൻ എ ഫോം. ഇറ്റ് ഈസ് ഇൻ എ ഫോം ഓഫ് എ റേസ് ടു എൻ. എന്തുകൊണ്ടാണ്? അത് സബ് ഗ്രൂപ്പാണ്. ഏതിൻ്റെ? ജിയുടെ സബ് ഗ്രൂപ്പാണ്. അതായത് ഇപ്പോൾ എച്ചിൻ്റെ സെറ്റ് എന്ന് പറയുമ്പോഴത്തേനും ചിലപ്പം എ റേസ് ടു എം, എ റേസ് ടു എസ്, എ റേസ് ടു ടി എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും പല പവേഴ്സിലായിരിക്കും വരുന്നത്. സോ ഇറ്റ് ഈസ് ഓഫ് ദ ഫോം എ റേസ് ടു എൻ സിൻസ് ഇറ്റ് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. നൗ വി ആർ അസ്യൂമിങ് ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ എം സച്ച് ദാറ്റ് എ റേസ് ടു എം ഇസ് എ പാർട്ട് ഓഫ് എച്ച്. അതായത് ഇത്. സോ ഇവിടെയുള്ളത് വെച്ച് ഏറ്റവും സ്മോളസ്റ്റ് എന്ന് പറയുന്നത് എ റേസ് ടു എം ആയിരിക്കും, റൈറ്റ്? ഓക്കെ, നൗ ഹിയർ വി ആർ ടേക്കിംഗ് അനദർ എലമെൻറ്റ് എ റേസ് ടു എസ് വിച്ച് ഇസ് എ പാർട്ട് ഓഫ് എച്ച്. സോ ഈ ഒരു എ റേസ് ടു എസ്സിനെ നമ്മൾ എച്ചിൻ്റെ പാർട്ടായിട്ട് എടുത്തു എന്നുണ്ടെങ്കിൽ ബൈ ഡിവിഷൻ അൽഗോരിതം we can write that AS is equal to A raised to M the whole Q. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എസ്സിനെ ഞാൻ എ എം വെച്ച് ഡിവൈഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഐ വിൽ ഓൺലി ഗെറ്റ് എ ക്വോഷ്യൻ ആൻഡ് ഐ വിൽ നോട്ട് ഗെറ്റ് എനി റിമൈൻഡർ എന്നുള്ളതാണ് ഞാനിവിടെ അസ്യൂം ചെയ്യുന്നത്. പക്ഷേ ലെറ്റ് us take another case. If I got a remainder, if there was a remainder, അതായത് എ എസ് ഇസ് ഈക്വൽ ടു എ എം ക്യൂവിന് പകരം എ എം ക്യൂ പ്ലസ് ആർ ആയിരുന്നു എന്നുണ്ടെങ്കിലും അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? എച്ച് സൈക്ലിക് അല്ലല്ലോ. കാരണം എച്ചിന് റിമൈൻഡർ വന്നു എന്നുണ്ടെങ്കിൽ എച്ച് ഇസ് നോട്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ ദ സ്മോളസ്റ്റ് പവർ. അതായത് എനിക്കൊരു ഒറ്റ എണ്ണത്തിനെ കൊണ്ട് തന്നെ എല്ലാത്തിനെയും ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നാണ് ഞാനിവിടെ റിമൈൻഡർ എഴുതിയത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ therefore എ റേസ് ടു ആർ വിൽ ബി എ എസ് ഇൻറ്റു എ മൈനസ് എം ക്യൂ. ഓക്കെ, ഇനി നമുക്കറിയാം എച്ച് ഒരു സബ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ വി ക്യാൻ റൈറ്റ് ആസ് എ റേസ് ടു എം എച്ചിൻ്റെ പാർട്ടാണെന്നുണ്ടെങ്കിൽ
എ റേസ് ടു എം ക്യൂ എന്ന് പറയുന്നത് എച്ചിൻ്റെ പാർട്ടാണ്, സൈക്ലിക് ഗ്രൂപ്പാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമുക്കതിനെ ഡിറൈവ് ചെയ്യാനായിട്ട് പറ്റും. സോ എ റേസ് ടു എസും എ റേസ് ടു മൈനസ് എം ക്യൂവും നമ്മൾ ഒരുമിച്ച് എഴുതുമ്പോഴത്തേനും വാട്ട് ടു വി ഗെറ്റ് ദറ്റ് എ റേസ് ടു ആർ വിൽ ബി ഓൾസോ എ പാർട്ട് ഓഫ് എച്ച്, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞ എന്താണ്, എ റേസ് ടു എം ആണ് സ്മോളസ്റ്റ് ഇൻറ്റീജർ എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തെടുത്തായിരുന്നു. അപ്പം അതിലും താഴോട്ടാണ് എ റേസ് ടു ആർ കിടക്കുന്നത്, ബിക്കോസ് എസ് മൈനസ് എം ക്യൂ ആണ് ഇവിടെ വരുന്നത്. A raised to r will be much smaller than m, and that is not possible. Hence H is also generated by a raised to m, and which makes H cyclic. ഒന്നുകൂടി പ്രോസസ്സ് ഞാനൊന്ന് പറയാം. So what did we do first? At first we took G as a cyclic group which is generated by A. അപ്പം അതേ എയിൽ നിന്ന് തന്നെ നമുക്കൊരു സബ് ഗ്രൂപ്പ് ജനറേറ്റ് ചെയ്യുവാണ് H. അതിൻ്റെ സ്മോളസ്റ്റ് എലമെൻ്റ് ആയ എ റേസ് ടു എമ്മിനെ ഞാൻ എടുക്കുവാണ്. ഐ ആം ടേക്കിംഗ് അനദർ എലമെൻറ്റ് ലൈക്ക് മേ ബി എ റേസ് ടു എസ് എന്ന് പറഞ്ഞൊരു എലമെൻറ്റിനെ ഞാനിവിടെ എടുക്കുവാണ്. ആ ഒരു എ റേസ് ടു എസ് കംപ്ലീറ്റ്ലി ഡിവിസിബിളാണ് ഞാൻ അസ്യൂം ചെയ്യുവാണ്. പക്ഷേ ഇഫ് there was a remainder, if it is not completely divisible, there will exist a term a raised to r, ഒരു റിമൈൻഡർ ടേം കാണും. അപ്പം ഈ ഒരു റിമൈൻഡർ ടേം എച്ചിൻ്റെ പാർട്ട് അല്ല എന്നുള്ളതാണ് പിന്നെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. സിൻസ് ദ റിമൈൻഡർ ടേം ഇസ് നോട്ട് എ പാർട്ട് ഓഫ് എച്ച്, it will completely get divided, which means that it will be generated, H elements will be generated by a raised to m, and which makes it cyclic. Let us look into the next question. Let G star be a group and let a element of G be a fixed element. If H is equal to a raised to n, prove that H is a subgroup of G. H a raised to n ആണെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. So which means that let us assume two elements x, y, which is a part of H. ഈ H എ റേസ് ടു എൻ ആയതുകൊണ്ട് തന്നെ ഈ എൻ ഇപ്പം ഞാൻ 0 ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് എ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ഇ ആണ്. സോ ഇ ഈസ് എൻ എലമെൻറ്റ് ഓഫ് എച്ച്, വിച്ച് മീൻസ് ദറ്റ് എച്ച് ഒരു നോൺ എംപ്റ്റി സെറ്റാണ്. അതാണല്ലോ നമ്മൾ ആദ്യമേ പറഞ്ഞത്. അതായത് എച്ചിനെയും ജീനെയും ഞാൻ സബ് ഗ്രൂപ്പ്, എച്ചിൻ്റെ സബ് ഗ്രൂപ്പാണ്, ലൈക്ക് എച്ച് ജിയുടെ സബ് ഗ്രൂപ്പ് ആണെന്ന് നമ്മൾ പറയുമ്പോഴത്തേനും അതൊരു നോൺ എംപ്റ്റി സെറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്നെ ഞാൻ 0 ഇട്ട് കഴിഞ്ഞാലും ദർ വിൽ ബി എൻ എലമെൻറ്റ് ഇ ദാറ്റ് എക്സിസ്റ്റ്, which means that H is not a empty set. So H x comma y gives H, അല്ലെങ്കിൽ it's a part of H എന്ന് പറയുമ്പോൾ we are taking x is equal to a raised to m, y is equal to a raised to n. നമുക്കറിയാം according to the theorem, if x comma y is a part of H, then if it is to be a subgroup, xy inverse is also to be a part of H. നമുക്കിവിടെ തന്നിരിക്കുന്ന ഓപ്പറേഷൻ സ്റ്റാർ ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ വി ക്യാൻ റൈറ്റ് എക്സ് സ്റ്റാർ വൈ ഇൻവേഴ്സ് ഷുഡ് ബി ഓൾസോ പാർട്ട് ഓഫ് എച്ച്, വിച്ച് മീൻസ് ദാറ്റ് എ റേസ് ടു എം ആണല്ലോ എക്സ്, എ റേസ് ടു എൻ ആണല്ലോ വൈ, ദാറ്റ്സ് നത്തിങ് ബട്ട് എ റേസ് ടു എം മൈനസ് എൻ. സോ ഈ എ റേസ് ടു എം മൈനസ് എൻ ഇസ് നത്തിങ് ബട്ട് എ റേസ് ടു കെ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് ഇൻ ദ പവേഴ്സ് ഓഫ് എ, വിച്ച് മീൻസ് ദാറ്റ് this is a part of H. By theorem, if x comma y is a part of H and xy inverse is a part of H, then it is a subgroup. Hence proved.